ഹരേ കൃഷ്ണ. പാർത്ഥായ പ്രതിബോധിതാം ഭഗവതാ നാരായണേന സ്വയം വ്യാസേന ഗ്രഥിതാം പുരാണമുനിനാ മധ്യേ മഹാഭാരതം അദ്വൈതാമൃതവർഷിണീം ഭഗവതീം അഷ്ടാദശാധ്യായിനീം അംബ ത്വാം മനുസന്ധതാമി ഭഗവദ്ഗീതേ ഭവദ്വേഷിണീ. നമോസ്തു തേ വ്യാസവിശാലബുദ്ധേ ഫുല്ലാരവിന്ദായ തപത്രനേത്രാ യേന ത്വയാ ഭാരതതൈലപൂർണഃ പ്രജ്വാലിതോ ജ്ഞാനമയഃ പ്രദീപഃ പ്രപന്നപാരിജാതായ സ്തോത്രവേത്രൈകപാണയേ ജ്ഞാനമുദ്രായ കൃഷ്ണായ ഗീതാമൃതദുഹേ നമഃ. സർവോപനിഷദോ ഗാവോ ദോക്താ ഗോപാലനന്ദന പാർത്ഥോ വത്സ സുധീർഭോക്താ ദുഗ്ധം ഗീതാമൃതം മഹദ്. വസുദേവസുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. ഭീഷ്മദ്രോണതട ജയദ്രഥജല ഗാന്ധാരനീലോപല ശല്യഗ്രാഹവതി കൃപേണ വഹനി കർണേന വേലാകുല അശ്വത്ഥാമ വികർണഘോരമകര ദുര്യോധനാവർത്തിനി ശ്രോതീർണാ ഖലു പാണ്ഡവൈ രണനദീ കൈവർത്തക കേശവ പാരാശര്യവച സരോജമമലം ഗീതാർത്ഥഗന്ധോത്കടം നാനാഖ്യാനകേസരം ഹരികഥാ സംബോധന ബോധിതം ലോകേ സജ്ജന ഷട്പതേരഹരഃ പേബീയമാനം മുദാ ഭൂയാത് ഭാരത പങ്കജം കലിമല പ്രധ്വംസിന ശ്രേയസേ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുത സ്തുന്വന്തി ദിവ്യൈസ്തവൈ വേദൈ സാംഗപദക്രമോപനിഷദൈ ഗായന്തി യം സാമഖാം. ധ്യാനാവസ്ഥിതകൃതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുസുരാസുരഗണാ ദേവായ തസ്മൈ നമഃ. ഗീതാശാസ്ത്രമിദം പുണ്യം യഃ പഠേ പ്രയതഃ പുമാൻ വിഷ്ണോപദമാപ്നോതി ഭയശോകാദിവർജിതഃ. ഗീതാധ്യയനശീലസ്യ പ്രാണായാമപരസ്യ ച നൈവ സന്തഹി പാപാനി പൂർവജന്മകൃതാനി ച. മലനിർമോചനം പുംസാം ജലസ്നാനം ദിനേ ദിനേ സർക്രീതാം ഗീതാംബസി സ്നാനം സംസാരമലനാശനം. ഗീതാസു ഗീതകർത്തവ്യ കിമന്യേ ശാസ്ത്രവിസ്തരേ യാ സ്വയം പത്മനാഭസ്യ മുഖപദ്മാത് വിനിസൃതാ. ഭാരതാമൃതം സർവസ്വം വിഷ്ണോർവക്ത്രാത് വിനിസൃതം. ഗീതോ ഗംഗോദകം പീത്വാ പുനർജന്മം ന വിദ്യതേ. സർവോപനിഷദോ ഗാവോ ദോക്താ ഗോപാലനന്ദന
പാർത്ഥോ വത്സ സുധീർദുക്തം ദുക്തം ഗീതാമൃതം മഹത്. ഏകം ശാസ്ത്രം ദേവകീപുത്ര ഗീതാമേകോ ദേവോ ദേവകീപുത്ര ഏവ. ഏകോ മന്ത്രസ്തസ്യ നാമാനി യാനി കർമാപ്യേകം തസ്യ ദേവസ്യ സേവ. അപ്പോൾ നമ്മൾ ഇവിടെ ഭഗവത്ഗീത മാതാവിനെ വന്ദിച്ച ശേഷം നമ്മളിതാ തുടങ്ങുകയാണ് അല്ലേ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു ആരൊക്കെയാണ് അവിടെ യുദ്ധക്കളത്തിൽ നിൽക്കുന്നത് ആരൊക്കെയാണെന്ന് പറഞ്ഞു അല്ലേ. ഈ ദൃഷ്ടകേതു ആരാണെന്നറിയാവോ? നമ്മുടെ ശിശുപാലൻ്റെ മകനാണ് ആര്? ദൃഷ്ടകേതു. അതുപോലെ പുരുജിത്ത് എന്ന് പറഞ്ഞത് കുന്തി ദേവിയുടെ സഹോദരനാണ് പുരുജിത്ത്. കുന്തി ഭോജൻ ആരാണ്? അച്ഛനാണ്. കുന്തി ദേവിയുടെ അച്ഛനാണ് ആര്? കുന്തി ഭോജൻ എന്ന് പറയുന്നത്. ശൈവ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ട്, അത് ഷിബി രാജ്യത്തെ രാജാവാണ്. ഇങ്ങനെ ഓരോരുത്തരെയും നമുക്ക് ഭഗവാൻ പറഞ്ഞു തരാണ് ആരൊക്കെയാണ് യുദ്ധത്തിൽ വന്ന് നിൽക്കുന്നത്, ഏതൊക്കെ വില്ലാളി വീരന്മാരാണ്, ആരൊക്കെയാണ് ഇവിടെ വിജയം, ആരൊക്കെയാണ് ഇവിടെ നിൽക്കുന്നത് എന്നൊക്കെ നമുക്ക് പറഞ്ഞു തന്നു അല്ലേ. അതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞത്. ഇനി ഞാൻ ഈ 1-ാമത്തെ അധ്യായത്തിലെ ശ്ലോകങ്ങളൊന്നും പറയുന്നില്ല, അല്ലാതെ തന്നെ നമുക്ക് മുമ്പോട്ട് പോകാം. എന്താ വെച്ച് കഴിഞ്ഞാൽ കേൾക്കുന്ന നിങ്ങൾക്ക് തന്നെ അതൊരു ബോറടിയായി മാറും ഈ ശ്ലോകവും അർത്ഥം. അപ്പം നമുക്ക് വിശദീകരണം നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പം നമുക്ക് അതിൻ്റെ വിശദീകരണം 1-ാമത്തെ അധ്യായത്തിൽ ഭഗവാൻ നമുക്ക് പറഞ്ഞു തരുന്ന കാര്യങ്ങൾ നമുക്ക് പോവാം. എന്തായി അവിടെ? അതിനുശേഷം അവിടെ ശംഖിൻ്റെ ശബ്ദം അങ്ങനെ മുഴങ്ങാൻ തുടങ്ങി അവിടെ അല്ലേ. അതിനെ തുടർന്ന് ചെണ്ട, മദ്ദളം എന്നിവിടെയൊക്കെ ശബ്ദം അങ്ങനെ യുദ്ധത്തിൻ്റെ യുദ്ധ രംഗത്ത് അങ്ങനെ ഭയങ്കരമായിട്ടുള്ള ശബ്ദം വന്നു അല്ലേ. ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ നമുക്ക് ഭഗവാൻ നമുക്ക് ശംഖ് ഊതുമ്പം തന്നെ എവിടെന്നെങ്കിലൊക്കെ ശംഖ് ഊതുമ്പം തന്നെ ഭയങ്കരമായിട്ടുള്ളൊരു ഒരാനന്ദം അല്ലെങ്കിൽ അങ്ങനെ കോരി തരിക്കൂലേ. ശരിക്കും ഭഗവാൻ ശംഖ് ഊതുന്നത് പോലെ തോന്നില്ലേ? അതേപോലെ തന്നെ അവിടെ കുരുക്ഷേത്ര യുദ്ധക്കളത്തിൽ വെച്ച് ഭഗവാൻ അവിടെ ശംഖ് ഊതുവാണ് ചെയ്യണത്. യുദ്ധം ആരംഭിക്കാനായിട്ട് പോവുകയാണ് ചെയ്യണത്. ആ സമയത്ത് നമ്മുടെ അർജുനൻ പറയാണ് ഭഗവാനോട്, ഭഗവാൻ തേരാളിയാണ് അല്ലേ. അപ്പൊ അദ്ദേഹത്തിനോട് ഭഗവാനോട് പറയാണ് ഇരു സൈന്യത്തിൻ്റെ നടുവിലായിട്ട് ഈ രഥത്തെ കൊണ്ടു നിർത്തൂ ഭഗവാനെ കൃഷ്ണ എന്ന് പറയാണ്. വലിയ ആളെപ്പോലെ പറയുക കേട്ടോ അർജുനൻ. അപ്പോൾ നമ്മളും പലപ്പോഴും ചെയ്യാറില്ല അങ്ങനെയൊക്കെ. നമ്മൾ വലിയ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പോകുമ്പോഴത്തേക്കും നമ്മൾ പറയും, ഇല്ല എനിക്കത് ചെയ്യാൻ പറ്റും, ഞാനൊന്ന് പോയി നോക്കട്ടെ എന്ന് പറയൂലേ. അത് അവിടെ കൊണ്ട് എത്തിച്ചപ്പോൾ അവിടെ നടന്നത്? ഭഗവാൻ പറയാണ് എല്ലാവരും നോക്കൂ എന്ന് പറയാണ് ഭഗവാൻ. എല്ലാവരും നോക്കൂ പാർത്ഥ എന്ന് പറയാണ് ചെയ്യണത് ഭഗവാൻ. അവിടെ എന്താണ് സംഭവിക്കുന്നത്? അവിടെ ആരൊക്കെയാ കണ്ടത് യുദ്ധക്കളത്തില്? പിതൃതുല്യരെയും പിതാമഹന്മാരെയും ഗുരുജനങ്ങളെയും മാതുലന്മാരെയും സഹോദരന്മാരെയും സഹോദരന്മാരുടെ മക്കളും പൗത്രന്മാരും സുഹൃത്തുക്കളും ഭാര്യാപിതാക്കന്മാരും എല്ലാവരെയും ആര് കണ്ടു? അർജുനൻ കണ്ടു. അർജുനൻ അവിടെ എന്ത് ചെയ്തു? അയ്യോ എന്തായി? അവിടെ യുദ്ധത്തിനൊരുങ്ങി വന്നിട്ടുള്ള ഈ ബന്ധുമിത്രാകളെ കണ്ടിട്ട് എന്തു പറ്റി? അർജുനന്റെ ശരീരം മുഴുവൻ അങ്ങോട്ട് തളർന്നു പോയി ഇല്ലേ. മുഖൊക്കെ അങ്ങനെ വരണ്ട് വരികയാണ്. പേടിച്ചിട്ട് വന്നു. എന്ത് ചെയ്തു അവിടെ? ശരീരം വിറയ്ക്കുന്നത് കൂടി എന്ത് ചെയ്തു? ഗാന്ധീവം കയ്യിൽ നിന്ന് വഴുതി വീണുപോയി അല്ലേ.
എന്താണ് ഭഗവാൻ നമുക്ക് ഈ ഗാന്ധീവത്തെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്നത്? ഗാന്ധീവം നമ്മുടെ ജീവിതമാണ് എന്ന് നമുക്ക് ഭഗവാൻ പറഞ്ഞു തരുന്നു. പലപ്പോഴും നമ്മുടെ ജീവിതം നമ്മുടെ കയ്യിൽ നിന്ന് വഴുതി വീഴുമ്പോഴാണ് നമുക്ക് പല പ്രശ്നങ്ങളിലേക്കും നമ്മൾ വഴുതി വീണു പോകുന്നത്, അല്ലേ? പലപ്പോഴും ആത്മഹത്യാ ശ്രമം എന്തുകൊണ്ടാണ്? ഗാന്ധീവം എന്ന ജീവിതം നമ്മുടെ കയ്യിൽ നിന്ന് വഴുതി വീണത് കൊണ്ടാണ്. അവിടെ ഭഗവാനെ ഇല്ല, എനിക്ക് ഉറച്ച തീരുമാനമുണ്ട്, എൻ്റെ കൂടെ ഭഗവാനുണ്ട് എന്നൊരു തീരുമാനം ഉണ്ടെങ്കിൽ അവിടെ എന്തായി? ഭഗവാൻ തീർച്ചയായിട്ടും നമ്മുടെ അടുത്ത് വരും. നമുക്ക് ഉറപ്പ് വേണം, അല്ലേ? മനസ്സിന് ഉറപ്പ് വേണം. എന്താ? എൻ്റെ ഭഗവാൻ എൻ്റെ കൂടെയുണ്ട് എന്നുള്ളൊരു തീരുമാനം, ഒരു കോൺഫിഡൻസ് നമ്മുടെ ഉള്ളിൽ എപ്പോഴും വേണം, അല്ലേ? പക്ഷേ അർജുനന് പണ്ട് മുതലേ അതില്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ദ്രൗപദിയെ വിവാഹം കഴിച്ചു കൊണ്ടുവന്നപ്പോൾ എന്താ അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മ അങ്ങനെ പറയുമ്പം തന്നെ പറയാമായിരുന്നു അർജുനന്, ഇല്ല, ഇത് എൻ്റെ മാത്രമാണ്, എൻ്റെ ഭാര്യയാണ് എന്ന്. അവിടുന്ന് ദ്രൗപദി എന്താ പാഞ്ചാലി ഒരു നോട്ടം നോക്കുന്നുണ്ട് അർജുനനെ. അതിനുശേഷം പിന്നീട് ഒരിക്കലും അർജുനൻ പാഞ്ചാലിയുടെ മുഖത്തേക്ക് പോലും നോക്കിയിട്ടില്ല. അങ്ങനെ ഗഡ്സോടെ പറയാനായിട്ടുള്ള കാര്യം, അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക, ഗഡ്സോടെ പറയാനായിട്ടുള്ളൊരു പ്രവൃത്തി ഒന്നും പറയാനായിട്ട് കഴിയില്ല അർജുനന്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ബന്ധുമിത്രാദികളെ കണ്ടപ്പോൾ എന്തു പറ്റി? ഗാന്ധീവം കയ്യിൽ നിന്ന് വഴുതി വീണുപോയി. എന്താണ് അവിടെ? നമ്മുടെ ജീവിതം. അർജുനൻ എന്താ ജീവിതം, നമുക്കെന്താ പറഞ്ഞിരുന്നത്? നമ്മുടെ ജീവിതം കൈവിട്ടു പോവുകയാണ് ചെയ്യണത്. അവിടെ എന്ത് വേണം? ഭഗവാൻ എൻ്റെ കൂടെയുണ്ട് എന്നൊരു ഉറച്ച തീരുമാനം ചെയ്യാനായിട്ട് പറ്റണം. ഇപ്പം എന്തായി? അയ്യോ, എനിക്കൊന്നിനും സാധിക്കുന്നില്ല കൃഷ്ണ, എന്നെ തന്നെ ഞാൻ മറന്നു പോവാണ്, എനിക്ക് തല കറങ്ങുന്നു, അയ്യോ എന്നെ കൊണ്ട് പറ്റില്ല കേട്ടോ കൃഷ്ണ, ഇങ്ങനെ യുദ്ധമൊന്നും ചെയ്യാൻ പറ്റില്ല, അയ്യോ എൻ്റെ ഗുരുക്കന്മാരുടെ കൂടി ഞാൻ യുദ്ധം ചെയ്യാനോ? അയ്യോ, എനിക്ക് ഒന്നും ആവശ്യമില്ല, രാജ്യം വേണ്ട, ഒന്നും വേണ്ട, സുഖം വേണ്ട, വിജയം ആവശ്യമില്ല കൃഷ്ണ എന്ന് ഉറക്കെ വല്ലാതെ പരവേശത്തോടു കൂടി പറയാണ്. എനിക്ക് ഒന്നും യുദ്ധം ചെയ്യാനായിട്ട് കഴിയില്ല കൃഷ്ണ, എനിക്ക് വെറും ഒരു മണ്ണിന് വേണ്ടിയിട്ട് അവരെ കൊല്ലാനാവോ എനിക്ക്? ധൃതരാഷ്ട്രേ എല്ലാവരെയും ഹിംസിച്ചിട്ട് ഞങ്ങൾക്ക് സുഖം കിട്ടാനാണോ? ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സുഖം കിട്ടുമോ? ഞങ്ങൾക്ക് ഇങ്ങനെ പാപം ചെയ്തിട്ട് ഞങ്ങൾക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ? അയ്യോ, ഗുരുക്കന്മാരെ ഹിംസിക്കുകയോ? അയ്യോ, എൻ്റെ മാതുലന്മാരെ ഹിംസിക്കുകയോ? അയ്യോ പറ്റില്ലേ കൃഷ്ണ, അയ്യോ പറ്റില്ല, എനിക്ക് ഇങ്ങനെയുള്ള സുഖമൊന്നും വേണ്ട എന്ന് പറയാണ്. ഇവിടെ എന്താ ചെയ്യുന്നത് ഭഗവാൻ അവിടെ അർജുനന്റെ സങ്കടം കേൾക്കുകയാണ്, പരാതികൾ കേൾക്കുകയാണ്, പരിഭവങ്ങൾ കേൾക്കുകയാണ് ചെയ്യണത്, അല്ലേ? നമ്മളാണെങ്കിൽ ഒരാൾ സങ്കടം പറയാൻ വരുമ്പോഴോ, അല്ലെങ്കിൽ എന്തെങ്കിലും ആരുടെയെങ്കിലും പരാതി പറയാൻ വരുമ്പോഴോ, അല്ലെങ്കിൽ ഒരു പരിഭവം പറയാൻ വരുമ്പോഴോ നമ്മൾ മാറി നിൽക്കും. അയ്യോ, രാവിലെ തന്നെ വരും നെഗറ്റീവ് പറയാനായിട്ട് എന്ന് പറയും, അല്ലേ? അങ്ങനെയല്ല വേണ്ടത്. നമ്മൾ അവരുടെ ആ ഭാഗം, അവരുടെ സങ്കടം, അവരുടെ പരിഭവം എല്ലാം നമ്മൾ കേട്ട് അവർക്ക് കൊടുക്കാൻ പറ്റുന്നൊരു സൊല്യൂഷൻ, അവർക്ക് നമ്മുടെ ജീവിതത്തിലൊരു സങ്കടം പറയാണ്, അപ്പോൾ അവർക്ക് എന്തെങ്കിലും കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ, ഒരു സൊല്യൂഷൻ, ഒരു ആശ്വാസം കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്കിടെ ആശ്വാസം കൊടുക്കാം. അപ്പോൾ അവർക്ക് തോന്നും, എനിക്ക് പറയാനായിട്ട് ഒരാളുണ്ടല്ലോ എന്നൊരു ആശ്വാസം അവരുടെ ഉള്ളിലും തോന്നും. അവിടെ ഏറ്റവും വലിയൊരു സേവനമാണ് നമ്മൾ ചെയ്യുന്നത്, അല്ലേ? ചിലപ്പോൾ ഭഗവാനായിരിക്കും നമ്മളെ അവിടെ എത്തിക്കുക. പക്ഷെ നമ്മൾ എന്താ ചെയ്യുക? പിന്നെ അവിടെ ഭഗവാനെയൊക്കെ മറന്നിട്ട് പറയും, ഇതൊക്കെ എനിക്ക് ചെയ്യേണ്ട നിയോഗമാണ് എന്നാണ് പറയുക. അവിടെ ഭഗവാൻ എന്നെ നിയോഗിച്ചതാണെന്ന് നമ്മൾ ഒരിക്കലും
അവിടെ പറയില്ല. ചിലപ്പോൾ നമുക്ക് പലരും വിഷമം വന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ പറഞ്ഞു കൊടുക്കൂലേ, അത് ആര് പറഞ്ഞിട്ടാണ് നമ്മൾ പറയുന്നത്? ഭഗവാൻ പറഞ്ഞിട്ടാണ് പറയുന്നത് അല്ലേ? അതുകൊണ്ട് എന്താ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അർജുനൻ ഭഗവാനോട്. എങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പാപകർമ്മങ്ങൾ കൂടത്തേ ഉള്ളൂ, എൻ്റെ പാപകർമ്മങ്ങളൊക്കെ പോവോ കൃഷ്ണ, ഞാൻ എന്താ ചെയ്യുക, എനിക്കൊന്നും അറിയണില്ല എന്നൊക്കെ പറയാണ്. എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഇങ്ങനെ എന്താ ഈ തെറ്റ് ചെയ്യണോ കൃഷ്ണ? എന്താ ഈ കുലത്തില് അധർമ്മം മുന്നിട്ട് നിന്നാൽ സ്ത്രീകളെ ദുഷിച്ചു പോവും. അതേപോലെ എന്താ വൃഷ്ണികുലത്തിൽ പിറന്നവനെ അല്ലയോ കൃഷ്ണ, സ്ത്രീത്വം ദുഷിച്ചാൽ ആർക്കും വേണ്ടാത്ത കുട്ടികള് ജനിക്കില്ലേ? അതേപോലെ തന്നെ എന്താ പാരമ്പര്യങ്ങളൊക്കെ കളഞ്ഞു കുളിച്ചവരായിരിക്കില്ലേ? നരകതുല്യമാകില്ലേ അല്ലേ? പിതൃക്കള് ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാലും എന്താ പിതൃശാപം എന്നിലേക്ക് വന്ന് വീഴില്ലേ കണ്ണ? ഇങ്ങനെ ഓരോന്നും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് എന്താ ഞാൻ കാരണം എന്തൊക്കെ പ്രശ്നങ്ങൾ സംഭവിക്കും, കുലധർമ്മങ്ങൾ നശിപ്പിക്കുന്നവർക്ക് നരകത്തിൽ ജീവിക്കേണ്ടി വരുമെന്ന് ഗുരു പരമ്പര വഴി അറിഞ്ഞിട്ടുണ്ട്. ആ ഗുരുവിനെ ഞാൻ യുദ്ധത്തിന് പോരാടണോ? എന്തൊരു കഷ്ടമാണ്, എന്തൊരു പാപമാണ്. ഞാൻ എന്തിനാ ഇങ്ങനൊരു കാര്യത്തിന് പുറപ്പെട്ടത്? രാജ്യം നേടാൻ വേണ്ടിയിട്ട്, സുഖിക്കാൻ വേണ്ടിയിട്ട് സ്വജനങ്ങളെ കൊല്ലുകയോ? അയ്യോ കൃഷ്ണ, എന്നെ കൊണ്ട് കഴിയില്ല. എന്താ ഇത്രയും ആൾക്കാരെയൊക്കെ പൊറുതിന് ഭേദം എന്താ നിരായുധനായിട്ട് പ്രതിരോധത്തിന് ഇങ്ങനെ ഇറങ്ങുന്നതിന് നിൽക്കുന്ന എന്നെ അവര് കൊല്ലട്ടെ എന്ന് വെക്കുകയാണ് അല്ലേ? എന്നെ ഇതിനെക്കാട്ടും ഭേദം എന്താ എന്നെ അങ്ങ് കൊല്ലുന്നതാ. എനിക്കിതൊന്നും ചെയ്യാനായിട്ട് കഴിയില്ല. അങ്ങനെ എന്താ ഇത്രയൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്തു അർജുനൻ? എല്ലാ വില്ലും ശരങ്ങളൊക്കെ താഴിട്ട് അത്യന്തം ദുഃഖിതനായിട്ട് തേരിലങ്ങോട്ട് ഇരിപ്പായി എന്നാണ് പറയുന്നത്. ഇതാണ് 1-ാം അധ്യായത്തിൽ നമുക്ക് പറഞ്ഞു തരുന്നത് അല്ലേ? നമ്മൾ ചെറിയൊരു വിഷമം വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ചെറിയൊരു ജീവിതത്തിലൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തോരാണ് ടെൻഷൻ അനുഭവിക്കുന്നത് അല്ലേ? ഓരോന്ന് ആലോചിച്ചു കൂട്ടും അല്ലേ? ചിലപ്പോൾ അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ചെറിയൊരു കാര്യം ചെയ്യുമ്പോഴത്തേക്കും ആ പ്രശ്നങ്ങളൊക്കെ നമ്മളെ വിട്ടു പോയിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? അതിങ്ങനെ ഊതി വീർപ്പിച്ചിട്ട് നമ്മൾ വലിയ പ്രശ്നങ്ങളിലേക്ക് എത്തിക്കും അല്ലേ? അപ്പോൾ എന്താ നമുക്ക് എന്ത് ചെയ്യണം? ഭഗവാൻ എൻ്റെ കൂടെയുണ്ട്. ഭഗവാനിലെല്ലാം സമർപ്പിച്ചിട്ട് നമുക്ക് ചെയ്തു കഴിഞ്ഞാൽ എന്താ അത് എന്തായാലും നടക്കും അല്ലേ? ഇനിയൊരു പ്രശ്നം വന്നു, എൻ്റെ കൂടെ ഭഗവാനുണ്ട്, എനിക്ക് ഒന്നും സംഭവിക്കില്ല. ഇവിടെ അർജുനൻ എന്താ എല്ലാം ഗട്സോട് തുറന്നു പറഞ്ഞ് എല്ലാം ചെയ്യായിരുന്നു അല്ലേ? ഒന്നും ചെയ്തില്ല. ഇതിൽ തന്നെ പാഞ്ചാലി വസ്ത്രാക്ഷേപത്തിന് ആരെയാ വിളിച്ചത്? പാഞ്ചാലി ഭഗവാനെയാണ് വിളിച്ചത്. അവിടെ 5 ഭർത്താക്കന്മാരുണ്ടായിട്ടും അവരെ ആരും വിളിക്കാതെ എന്നെ ഭഗവാന് മാത്രമേ രക്ഷിക്കാൻ കഴിയുള്ളൂ, ഭഗവാൻ മാത്രമേ എനിക്കുള്ളൂ എന്ന് ആർക്കറിയായിരുന്നു? പാഞ്ചാലിക്ക് അറിയായിരുന്നു. അവിടെ അതാ ഭഗവാൻ എത്തിച്ചേരും. ഭക്തന്റെ വാക്ക് സത്യമാക്കാൻ, അല്ലെങ്കിൽ ഭക്തൻ എവിടെയാണോ വിളിക്കുന്നത് അവിടെ തീർച്ചയായിട്ടും ഭഗവാൻ എത്തിയിരിക്കും, ഭക്തന്റെ വാക്ക് സത്യമാക്കിയിരിക്കും. നമുക്ക് ഭഗവത്ഗീതയിൽ 1-ാമത്തെ അധ്യായത്തിൽ നമുക്ക് പറഞ്ഞു തരുന്നു. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഒരാൾ വിഷമം പറയുമ്പോഴും, ഒരാൾ സങ്കടം പറയാൻ വരുമ്പോഴും, ഒരാൾ പരിഭവം വരാൻ പറയുമ്പോഴും എല്ലാം അവരുടെ മുഴുവൻ കേട്ട് നിൽക്കണം. അതിൻ്റെ ഇടയിൽ നമ്മൾ സംസാരിക്കാനോ ഒന്നും പോണ്ട. ഇവിടെ ഭഗവാൻ പറയുന്നുണ്ട്, എന്തെങ്കിലും ഒരു വാക്ക് ഉരിയാടുന്നുണ്ടോ? 1-ാമത്തെ അധ്യായത്തിൽ ഇല്ല. ഒരക്ഷരം പോലും മിണ്ടാതെ എന്താ ചെയ്യുന്നത്? അർജുനന്റെ വിഷമങ്ങളും പരിഭവങ്ങളും പരാതികളും അല്ലേ എല്ലാം കേട്ട് നിൽക്കുകയാണ് ചെയ്യുന്നത്. 2-ാമത്തെ അധ്യായം തൊട്ടാണ് ഭഗവാൻ ഉപദേശം നൽകുന്നത്, ഭഗവാൻ സംസാരിക്കുന്നത്. എപ്പോഴാണ്? 2-ാമത്തെ അധ്യായത്തിൽ തൊട്ടാണ് ഭഗവാൻ അർജുനന് ഉപദേശം നൽകി ഭഗവാൻ അർജുനോട് സംസാരിക്കുന്നത്. അതുവരെ എന്ത് ചെയ്തു ഭഗവാൻ?
എല്ലാം കേട്ടു നിന്നു. ഇതുപോലെ ഒരാൾ നമ്മുടെ അടുത്ത് വരുമ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ കേട്ട് നിൽക്കണം. ഇത് നമ്മളെ വേണ്ടാത്തത് പറയുമ്പോൾ നമ്മൾ കേട്ട് നിൽക്കണം എന്ന് പറയില്ല, അത് കേൾക്കാം. നമുക്ക് എന്തുകൊണ്ടാണ് അത്? ഭഗവാൻ അതൊക്കെ കേൾക്കണതേ, വേറെ ആരുമല്ല, ഭഗവാനെയാണ് അവർ പറയണത്, എന്നെയല്ല അത് പറയണത്, എൻ്റെ ഭഗവാനെയാണ് പറയണത്. അതുകൊണ്ട് ഭഗവാൻ അത് നോക്കിക്കോളൂ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അവിടെ തീർച്ചയായിട്ടും ഭഗവാൻ വന്ന് അതൊക്കെ നോക്കിക്കോളും. അപ്പോൾ ഏറ്റവും വലിയ സേവയാണ് ഭഗവത് സേവ എന്ന് നമുക്ക് 1-ാമത്തെ അധ്യായത്തിൽ കൂടി നമുക്ക് പറഞ്ഞിരുന്നു. ഇവിടെ 1-ാമത്തെ അധ്യായം നമ്മൾ പൂർത്തീകരിച്ചു. ഇതൊക്കെയാണ് പിന്നീടുള്ള ശ്ലോകങ്ങളിൽ കൂടി നമുക്ക് പറഞ്ഞു തരുന്നത് ഭഗവാൻ. നമുക്ക് അടുത്ത ദിവസം 2-ാമത്തെ അധ്യായത്തിൽ വെച്ച് തുടങ്ങാം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. വാക്കുകളൊക്കെ എന്തെങ്കിലുമൊക്കെ തെറ്റ് വരുത്തിയിട്ടുണ്ടെങ്കിൽ എന്നോട് എല്ലാവരും ക്ഷമിക്കണം. ഹരേ കൃഷ്ണ.